മക്ക മസ്ജിദിലെ ഇമാം മൗലവി അലാവുദ്ദീനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആൻഡമാൻ്റെ കഥ അതൊന്ന് ഓടിച്ച് പറയേണ്ടതുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ജിയോഗ്രഫിക്കലായ പൊസിഷൻ തന്നെയാണ് ബ്രിട്ടീഷ് നേവിയെ സംബന്ധിച്ച് അതൊരു സെറ്റിൽമെൻ്റ് ആക്കാൻ ആഗ്രഹിക്കാനുള്ള കാരണം. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചെങ്കിലും മലേറിയ പോലുള്ള പകർച്ചവ്യാധികൾ കാരണം 4-5 വർഷങ്ങൾ കൊണ്ട് അവർക്ക് ആ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് അരനൂറ്റാണ്ടിന് ശേഷമാണ് അങ്ങനെ ഒരു ശ്രമം അവർ വീണ്ടും ആരംഭിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം. 1858 മാർച്ചിലാണ് 200 തടവുകാരുമായിട്ട് ആദ്യത്തെ കപ്പൽ പോർട്ട് പൈലിൽ അടുക്കുന്നത്. വൈപ്പർ ദ്വീപിലാണ് അവർ സെറ്റിൽമെൻറ്റ് തുടങ്ങി വെക്കുന്നത്. അന്ന് ഈ വൈപ്പർ ദ്വീപ് എന്ന് പറയുന്നത് പൂർണ്ണമായും കാടായിട്ടുള്ള പ്രദേശമാണ്. ഈ തടവുകാരെ കൊണ്ട് തന്നെയാണ് കാട് വെട്ടി തെളിക്കുന്നതും മറ്റ് ദ്വീപിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും. ധാരാളം തടവുകാർ മലേറിയ വന്നും മറ്റ് പകർച്ചവ്യാധികളൊന്നും മരിക്കുന്നുണ്ട്, വന്യജീവികളുടെ ആക്രമണത്തിൽ മരിക്കുന്നുണ്ട്. അതും കൂടാതെ ഗോത്രവർഗ്ഗങ്ങളുടെ വിഷം പുരട്ടി അമ്പേറ്റും മരിക്കുന്നുണ്ട്. ആൻഡമാനിൽ നിന്ന് രക്ഷപ്പെടാൻ പലരും ശ്രമിക്കുന്നുണ്ട്, അവരെല്ലാം കൊല്ലപ്പെടുന്നുണ്ട്, പല രീതിയിൽ കൊല്ലപ്പെടുന്നുണ്ട്. ദൂദ്നാഥ് തിവാരി എന്നൊരു സ്വാതന്ത്ര്യ സമര സേനാനി ഇതുപോലെ രക്ഷപ്പെടുകയും ഗ്രേറ്റ് ആൻഡമാനീസ് എന്ന് വിളിക്കുന്ന ട്രൈബൽസിൻ്റെ പിടിയിലാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ അവരൊന്നും ചെയ്യുന്നില്ല. ആ ഗോത്രത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് പിന്നീട് തിവാരി അവിടെ ജീവിക്കുന്നത്. അദ്ദേഹം ഭാഷ പഠിക്കുന്നുണ്ട്, ട്രൈബൽ സ്ത്രീകളെ വിവാഹം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 1 വർഷത്തോളം നീണ്ടുപോകുന്നുണ്ട്. തങ്ങളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ ഗ്രേറ്റ് ആൻഡമാനീസ് ട്രൈബുകൾ ഒരു യുദ്ധത്തിന് തയ്യാറാവുന്നുണ്ട്. ഈ യുദ്ധത്തിൻ്റെ പദ്ധതികളും തയ്യാറാക്കിയ അന്നത്തെ രാത്രി തിവാരി പക്ഷേ ഇവരെ ചതിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ഇവരെ ഒറ്റ കൊടുക്കുന്നുണ്ട്. തോക്കും മറ്റ് ആയുധങ്ങളുമായി സായുധരായി നിൽക്കുന്ന ബ്രിട്ടീഷുകാരുടെ മുമ്പിലേക്കാണ് അമ്പും വില്ലുമായിട്ട് ഗോത്ര ജനത എത്തിപ്പെടുന്നത്. ചരിത്രത്തിൽ ഇതിനെ ബാറ്റിൽ ഓഫ് ആബർദീൻ എന്ന് വിളിക്കും. ഈ യുദ്ധത്തിന് ശേഷം ഗോത്രവർഗ ജനതയുടെ മുകളിൽ ബ്രിട്ടൻ മേൽക്കോയ്മ സ്ഥാപിക്കുന്നുണ്ട്. അതിനുശേഷം മാസങ്ങൾക്ക് ശേഷമാണ് ഇമാം മൗലവി അലാവുദ്ദീൻ ആൻഡമാനിലേക്ക് എത്തുന്നത്. 1857 വിപ്ലവത്തിൽ ബ്രിട്ടീഷർക്കെതിരെ പോരാടുകയും നൈസാമിനെതിരെ സംസാരിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് അദ്ദേഹം നാട് കടത്തുന്നത്. മക്ക മസ്ജിദിലെ ഇമാം എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ തന്നെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കാൻ ശേഷിയുള്ള ഒരു പദവിയിലിരിക്കുന്ന ആളാണ്. 1860 ഇമാം ആൻഡമാനിലെത്തുന്നത്. അദ്ദേഹവും ഈ തടവുകാരുടെ കൂടെ ചേരുന്നുണ്ട്. വൈപ്പർ ദ്വീപിലെ ജയിലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കാനുള്ള ജോലിയിൽ ഏർപ്പെടുന്നുണ്ട്. ചെയിൻ ഗ്യാങ് എന്ന് വിളിക്കുന്ന പ്രാകൃത ശിക്ഷാരീതിയൊക്കെ ഉണ്ടാവുന്നത് ആ സമയങ്ങളിലാണ്. ഏകദേശം 3-3.5 വർഷത്തിലെ സമയം കൊണ്ടാണ് വൈപ്പർ ദ്വീപ് തയ്യാറാവുന്നതും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവുന്നതും. വൈപ്പർ ദ്വീപിലെയും റോസ് ഐലൻഡിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ നിലവിൽ വന്നപ്പോൾ കാലാവധി പൂർത്തിയായ ചിലരെയും പൊതുമാപ്പിൻ്റെ ഭാഗമായിട്ടും മറ്റു ചിലരെയും ജയിൽ മോചിതരാക്കുന്നുണ്ട്. മൗലവിയുടെ ശിക്ഷ പക്ഷേ ജീവപര്യന്തമായിരുന്നു. ജീവപര്യന്തം നാടുകടത്തൽ എന്ന് പറയുന്നത് എങ്ങോട്ടാണോ നാട് കടത്തുന്നത് അവിടെ ജീവപര്യന്തം ജീവിക്കുക എന്നുള്ളതാണ്. ടിക്കറ്റ് ഓഫ് ലിവിങ് എന്നൊരു സമ്പ്രദായം കൂടി ആൻഡമാനിൽ ബ്രിട്ടീഷുകാർ അവതരിപ്പിക്കുന്നുണ്ട്. അതായത് തങ്ങളുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷമോ പൊതുമാപ്പ് ലഭിച്ചിട്ടോ തിരിച്ചു പോകാൻ താല്പര്യമില്ലാത്തവർക്ക് ജീവിക്കാനുള്ള ഒരു സൗകര്യം ആൻഡമാനിൽ തയ്യാറാക്കി കൊടുക്കുക, കൃഷിഭൂമി നൽകുക, വീട് വെക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യുക. ഇതിനെയാണ് ടിക്കറ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത്. കടൽ കടന്നുകൊണ്ട് ജാതി പ്രശ്നം നേരിടുമെന്ന് പേടിച്ചവർ, വീണ്ടും ബ്രിട്ടൻ വേട്ടയാടുമെന്നുള്ള ഭയമുള്ളവർ, തങ്ങളുടെ സ്വത്തെല്ലാം ഭരണകൂടം കണ്ടുകെട്ടിയതുകൊണ്ട് ഇനി ദാരിദ്ര്യത്തിലേക്ക് ജീവിക്കാൻ വയ്യ എന്ന് തീരുമാനിച്ചവർ, ഇങ്ങനെയുള്ളവരൊക്കെ ടിക്കറ്റ് ഓഫ് ലിവിങ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് സ്ത്രീ തടവുകാരെ എത്തിച്ച് ഇങ്ങനെയുള്ളവർക്ക് വിവാഹം ചെയ്തു കൊടുത്ത് ഒരു കുടുംബവും അതിലുപരി ഒരു സമൂഹവും കെട്ടിപ്പടുക്കുന്നൊരു കാര്യം കൂടി ബ്രിട്ടൻ ചെയ്യുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ട് ആൻഡമാനെ ഒരു കോളനിയുടെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. ഇങ്ങനെയുള്ള സമൂഹത്തെ ലോക്കൽസ് എന്നാണ് വിളിച്ചു വന്നിരുന്നത്. 1870 തന്നെ ഇങ്ങനെയുള്ള ലോക്കൽ സമൂഹങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ ഗുഡ് ബുക്കിൽ ഇടം നേടിയിട്ടും കാഴ്ചശക്തി നശിച്ചിട്ടും ഒരു കൈ തളർന്നു പോയിട്ടും ഇമാം മൗലവിക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കുന്നില്ല. ഒരു ഇമാം എന്നുള്ള രീതിയിൽ നിസാം ഭരണകൂടം അദ്ദേഹത്തെ അത്രയധികം ഭയപ്പെട്ടിരുന്നു. 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഹൈദരാബാദിലെ ചരിത്രം ഇങ്ങനെ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ആർക്കൈവ്സിൽ നിന്ന് എനിക്കൊരു റിപ്പോർട്ട് ലഭിക്കേണ്ടായി. 1881 അന്നത്തെ നിസാം മെഹബൂബ് അലി ഇമാം മൗലവിയെ തടവിൽ നിന്ന് മോചിപ്പിക്കാനും ആൻഡമാനിൽ തന്നെ താമസിപ്പിക്കാനും അംഗീകരിച്ചുകൊണ്ടൊരു മെസ്സേജ് ആയിരുന്നു അത്. ഇങ്ങനെ പുറത്തിറങ്ങുന്ന ഇമാം മൗലവി പക്ഷേ കടുത്ത ദാരിദ്ര്യത്തിലേക്കാണ് വീണു പോകുന്നത്. ഇതിനെ തുടർന്ന് 2-3 വർഷങ്ങൾക്ക് ശേഷം നിസാം ഭരണകൂടം തന്നെ 50 രൂപ അദ്ദേഹത്തിൻ്റെ പെൻഷൻ അലവൻസ് ആയിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. രസകരമായ കാര്യം, ഈ 50 രൂപയിൽ നിന്നും 1 രൂപ 4 അണ ബ്രിട്ടൻ വരുമാന നികുതിയായിട്ട് ഈടാക്കിയിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, അതായത് 1889 ഇദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. 1906 ഇന്നത്തെ സെല്ലുലാർ ജയിൽ നിർമ്മിക്കുന്നത്. തുടർച്ചയായ 10 വർഷം കഠിന പ്രയത്നം ചെയ്ത തടവുകാർ തന്നെയാണ് അവർക്ക് വേണ്ട ജയിൽ നിർമ്മിക്കുന്നത്. സെല്ലുലാർ ജയിലിലെ ആദ്യത്തെ തടവുകാർ ആലിപ്പൂർ ബോംബ് കേസിലെ പ്രതികളായിരുന്നു. 1920-21 കാലഘട്ടങ്ങളിൽ ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലെ പ്രവർത്തനം നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടൻ്റെ പാർലമെൻറ്റ് നിയമം പാസ്സാക്കുന്നുണ്ട്. കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ പുറത്തു വന്നതിൻ്റെ പുറകിലായിരുന്നു അത്. പുതിയ തടവുകാരെ ആൻഡമാനിലേക്ക് എത്തിക്കാതിരിക്കുകയും നിലവിലുള്ള തടവുകാരെ ഇന്ത്യയിലെ മറ്റു ജയിലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ചർച്ചയൊക്കെ നടക്കുന്ന സമയങ്ങളിലാണ് 1921 മലബാർ കലാപം സംഭവിക്കുന്നത്. മലബാർ കലാപത്തെ തുടർന്ന് ബ്രിട്ടന് ഈ തീരുമാനം മാറ്റേണ്ടി വന്നു.
1922 ഏപ്രിലാണ് മലബാർ മാപ്പിളമാരെയും കൊണ്ട് ആദ്യത്തെ കപ്പൽ പോർട്ട് വൈലിൽ എത്തുന്നത്. 160 മാപ്പിളമാരായിരുന്നു അന്ന് ഈ കപ്പലിലുണ്ടായിരുന്നത്. ആൻഡമാനിലെ രേഖകൾ പ്രകാരം 1235-ലധികം മാപ്പിള തടവുകാർ ആൻഡമാനിലുണ്ടായിരുന്നു. രാഷ്ട്രീയ തടവുകാർ നേരിടുന്ന എല്ലാത്തരം പീഡനങ്ങളും മാപ്പിളമാരും അനുഭവിച്ചിരുന്നു. പക്ഷേ 1-2 വർഷങ്ങൾക്ക് ശേഷം ഇവരിൽ പലരും പ്രതികരിച്ചു തുടങ്ങുന്നുണ്ട്. അത് അക്രമാസക്തമായ വലിയൊരു കലാപമായിട്ട് മാറുന്നുണ്ട്. ഇതിനെ നിലക്ക് നിർത്താൻ വേണ്ടിയിട്ടാണ് ഭരണകൂടം മാപ്പിള സ്കീം അവതരിപ്പിക്കുന്നത്. ടിക്കറ്റ് ഓഫ് ലിവിങ്ങിൻ്റെ പരിഷ്കരിച്ച പതിപ്പായിരുന്നത്. മാപ്പിളമാരുടെ കുടുംബങ്ങളെ ആൻഡമാനിൽ എത്തിച്ച് അവർക്ക് ഭൂമിയും ജീവിക്കാനുള്ള മറ്റ് സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. ഏകദേശം 258 കുടുംബങ്ങളാണ് അങ്ങനെ വന്നെത്തിയത്. അങ്ങനെ വന്നെത്തിയവർ അവരുടെ ദേശത്തിന് മലബാറിൽ അതേ പേരുകൾ നൽകി. നമ്മൾ ഇന്നും ആൻഡമാനിൽ ചെന്ന് കഴിഞ്ഞാൽ മലപ്പുറം, വണ്ടൂർ, നിലമ്പൂർ ഇതൊക്കെ കാണാൻ പറ്റുന്ന അങ്ങനെയാണ്. മാപ്പിള സ്കീമിനോട് ചേരാതെ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചവരെ ബ്രിട്ടൻ തടയുന്നുണ്ട്. കാരണം മറ്റൊരു കലാപം കൂടി അല്ലെങ്കിൽ അതിനുള്ള ഒരു ഫ്യൂൽ ഉണ്ടാക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. നീണ്ട കാലത്തിന് ശേഷം 1937 മദ്രാസ് പ്രവിശ്യയിൽ കോൺഗ്രസ് വന്നതിന് ശേഷമാണ് ഇവർക്ക് തിരിച്ചു പോകാനുള്ള സൗകര്യം ഉണ്ടാകുന്നത്. 2 തവണയായിട്ട് 450 പേര് തിരിച്ചു പോകുന്നുണ്ട്. അത് തടവുകാർ മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങളുണ്ടായിരുന്നു. ചിറ്റഗോങ് ആർമി റെയ്ഡുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്ന ലോക്നാഥ് ബാലാണ് സെല്ലുലാറിലെ അവസാനത്തെ രാഷ്ട്രീയ തടവുകാരൻ. തടവുകാരുടെ നിരന്തരമായ നിരാഹാര സമരത്തെ തുടർന്ന് സെല്ലുലാർ അടച്ചുപൂട്ടി ഇവരെ ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം 2ാം ലോക മഹായുദ്ധം തുടങ്ങി. മലബാറിലേക്ക് തിരിച്ചു പോകാൻ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്ന മാപ്പിളമാർക്ക് പോകാൻ പറ്റാതെയായി. ജപ്പാൻ ആൻഡമാൻ പിടിച്ചെടുത്തു. അതിക്രൂരമായ പീഡനങ്ങൾ, അതിൽ ധാരാളം മാപ്പിളമാരും മരണപ്പെട്ടു. യുദ്ധം അവസാനിച്ച് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം അവശേഷിച്ചിരുന്ന മാപ്പിളമാർ മലബാറിലേക്ക് പോയി കാണണം. കാരണം അതിന് കൃത്യമായ രേഖകളൊന്നുമില്ല. 1975 വരെ സെല്ലുലാർ ഒരു ജയിലായിട്ട്, പ്രാദേശിക ജയിലായിട്ട് പ്രവർത്തിച്ചിരുന്നു. പിന്നീട് അത് മ്യൂസിയമായിട്ട് മാറ്റുകയായിരുന്നു.